ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ എക്സാം അനാലിസിസ്, അതുപോലെ കട്ട് ഓഫ് സാധ്യതകൾ, മെയിൻസ് പരീക്ഷ എന്നാണ്, അതുപോലെ ഈ ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം തുടങ്ങിയിട്ടുള്ള പലരും ചോദിച്ച ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയ് 11, മെയ് 25, ജൂൺ 15 ഈ 3 തീയതികളിലായിട്ടാണ് ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നടന്നിട്ടുള്ളത്. LSDI സെക്രട്ടറി, SI, മാർക്കറ്റിംഗ് ഓർഗനൈസർ, എക്സൈസ് ഓഫീസ് തുടങ്ങിയ തസ്തികകളാണ് ഈ ഒരു വർഷത്തെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് എക്സാം അനാലിസിസ് ചെയ്യാം. എക്സാമിൽ 50 GK ചോദ്യങ്ങളും 20 മാത്സ് ചോദ്യങ്ങൾ, 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, 10 മലയാളം ചോദ്യങ്ങൾ, ഇങ്ങനെയാണ് എക്സാമിൻ്റെ സിലബസ് ഉണ്ടായിരുന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പരീക്ഷയിൽ 3 ഘട്ടങ്ങളും കൂടി കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ GK ചോദ്യങ്ങൾ, 50 GK ചോദ്യങ്ങളിൽ ഒരു പകുതിയോളം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയായിരുന്നു എന്ന് പറയാം. ഡയറക്റ്റ് ചോദ്യങ്ങൾ വളരെ കുറവ് തന്നെയായിരുന്നു. നന്നായി, അതായത് എല്ലാ വിഷയത്തെക്കുറിച്ചും നന്നായി അറിയുന്നവർക്ക് മാത്രമേ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്നുള്ളൂ. GK ഭാഗം അത്യാവശ്യം പാട് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഈ 3 ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും പൊതുവെ ലളിതമായിരുന്നു. എന്നാലോ ഒരു പകുതിയോളം മാർക്ക് എല്ലാ ഘട്ടങ്ങളിലും കിട്ടുമായിരുന്നു. 3-ാം ഘട്ടത്തിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഈ 3 ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ 2 ഘട്ടങ്ങളെക്കാൾ കൂടുതൽ എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഘട്ടങ്ങളിൽ നോർമലൈസേഷനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും PSCയുടെ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കട്ട് ഓഫ് സാധ്യതകളൊന്ന് പരിശോധിക്കാം. മെയിൻസ് പരീക്ഷയ്ക്ക് PSC എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളിക്കുമെന്ന് നമുക്കൊരു മുന്നറിയിപ്പുമില്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണയൊക്കെ ഡിഗ്രി പ്രിലിംസിലും അതുപോലെ 10th ലെവൽ പ്രിലിംസിനുമൊക്കെ വളരെ കുറഞ്ഞ തസ്തികയാണെങ്കിലും ഒരുപാട് ആളുകളെ മെയിൻസിന് ഉൾപ്പെടുത്തുന്നത് ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതുപ്രകാരം വെച്ച് നോക്കുക തന്നെയാണെങ്കിൽ 20,000-ത്തിലധികം എന്തായാലും മെയിൻസ് പരീക്ഷയ്ക്ക് ആളുകളെ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ഓഫ് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതായത് 2023 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54 മാർക്കായിരുന്നു. എന്നാൽ പ്രയാസമേറിയ അന്ന് 2-ാം ഘട്ടമായിരുന്നു ഏറ്റവും പ്രയാസമായിട്ട് ഉണ്ടായിരുന്നത്. അന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിലെ 2-ാം ഘട്ടം എഴുതിയതിൽ 38 മാർക്ക് വരെയുള്ളവരൊക്കെയും നോർമലൈസേഷൻ ലഭിച്ച് 54 മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്ന ഈ ഒരു പരീക്ഷയുടെ മെയിൻസിന് കിട്ടിയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷവും ആ ഒരു ലെവലിൽ നോർമലൈസേഷൻ നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ വർഷത്തെ LSD പ്രധാനപ്പെട്ട തസ്തികയായിരുന്ന LSDI പരീക്ഷയ്ക്ക് നമുക്ക് കട്ട് ഓഫായി ഇൻഫോ പ്ലസ് പറയുന്നത് 50-നും 55-നും ഇടയിലായിരിക്കും. ഇത് കേട്ട് എല്ലാവരും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നോർമലൈസേഷൻ പ്രയാസപ്പെട്ട ഘട്ടങ്ങളിൽ ഈ വർഷവും നമുക്ക് ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ SIയുടെ തസ്തികകളിലേക്കുള്ള ഇൻഫോ പ്ലസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 38-നും 42-നും ഇടയിലായിരിക്കും. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു ആശങ്കയും വേണ്ട. പ്രയാസപ്പെട്ട ഘട്ടങ്ങളിൽ എഴുതിയവർക്ക് നിർബന്ധമായിട്ടും നോർമലൈസേഷൻ ലഭിച്ചിരിക്കും എന്നുള്ളത് വസ്തുതയാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, ഇനി മെയിൻസിൻ്റെ തീയതി എന്നാണ് എന്നുകൂടി നമുക്ക് ഓടിച്ചു പറയാം. ഇതിനോടകം തന്നെ PSC മെയിൻസ് പരീക്ഷയുടെ ഏകദേശ കാലയളവ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ കൃത്യമായ ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. മെയിൻസിൽ ആദ്യം നടക്കുന്നത് SIയുടെ പരീക്ഷയാണ്. അത് 2024 സെപ്റ്റംബറിലാണ് നടക്കുക എന്ന് PSC പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ, എക്സൈസ് ഇൻസ്പെക്ടർ ഈ 2 തസ്തികകളിലേക്കുമുള്ള പരീക്ഷ ഒക്ടോബറിലാണ്, 2024 ഒക്ടോബറിൽ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റായിട്ടുള്ള LSDA, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ തുടങ്ങിയിട്ടുള്ള തസ്തികയുടെ മെയിൻസ് പരീക്ഷ വരുന്നത് 2024 നവംബറിലാണ്. ഓക്കെ, ഇത്രയുമാണ് മെയിൻസ് പരീക്ഷയുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് ഉള്ളത്. അതുപോലെ ഇതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇനി ഓരോ മാസത്തെയും കലണ്ടർ വരുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇനി ഈ ഒരു ഡേറ്റിൽ, ഈ ഒരു മാസങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയില്ല. ഇത്രയുമാണ് മെയിൻസിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ റിസൾട്ട് എന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ തന്നെ SIയുടെയൊക്കെ മെയിൻസ്, അതായത് ഈ ഒരു പരീക്ഷയുടെയൊക്കെ മെയിൻസ് പരീക്ഷകൾ സെപ്റ്റംബർ മാസത്തിൽ PSC പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഒരു ഓഗസ്റ്റ് മാസം ആദ്യ വാരത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിലിംസ് പരീക്ഷയിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.